ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിൽ വളരെ സാധാരണമാണെങ്കിലും പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. മലബന്ധം. ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും മലം പോവാതിരിക്കുക. മലം പോകുമ്പോൾ കടുത്ത വേദന. മലം ശരിയായ രീതിയിൽ പോവാതിരിക്കുക. കട്ടിയുള്ള മലം. ടോയ്ലറ്റിൽ പോവാൻ കുട്ടി പേടിക്കുക. വയറുവേദനയും വയർ നിറഞ്ഞിരിക്കുന്നതായും തോന്നുക. ഇതെല്ലാം കുട്ടികളിൽ ഉണ്ടാകുന്ന മലബന്ധത്തിൻ്റെ ലക്ഷണങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? കുട്ടികൾ വളരെ കുറച്ച് മാത്രമേ വെള്ളം കുടിക്കൂ. പലപ്പോഴും വെള്ളം കുടിക്കാൻ മടിയായിരിക്കും. ഭക്ഷണത്തിൽ പഴവും പച്ചക്കറിയും വളരെ കുറയുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ ഒട്ടും കഴിക്കാതിരിക്കുന്നത്. ജങ്ക് ഫുഡിൻ്റെ അമിതമായ ഉപയോഗം. ടോയ്ലറ്റിൽ പോകണം എന്ന തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാലും അത് പിന്നേക്ക് കുട്ടികൾ കളിക്കുന്നതിൻ്റെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മടി കാരണമോ പിന്നേക്ക് മാറ്റി വെക്കുന്നത്. സ്കൂളിലെ തിരക്കേറിയ സമയക്രമം, അല്ലെങ്കിൽ പുതിയ സ്ഥലം മാറ്റമോ സാഹചര്യമോ. മാനസിക സമ്മർദ്ദം. ഇവയെല്ലാം കാരണങ്ങളാകാറുണ്ട്. മലബന്ധം നീണ്ടു നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മലം കൂടുതൽ കാഠിന്യമാകും. മലത്തിന് കാഠിന്യം കൂടി ടോയ്ലറ്റിൽ പോകുമ്പോൾ കടുത്ത വേദന, ചിലപ്പോൾ മലത്തിനോട് ചേർന്ന് രക്തം കാണാം. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ കുട്ടി ടോയ്ലറ്റിൽ പോകാൻ വീണ്ടും പേടിക്കും. അത് കാരണം മടിയും വരാം. ഭക്ഷണം കഴിക്കുന്നത് കുറയും. ക്ഷീണം, മെലിച്ചിലും തുടങ്ങിയവയും വരാം. ദീർഘകാലം തുടരുകയാണെങ്കിൽ അത് വളർച്ചയെ വരെ ബാധിക്കാം. ഉടൻ ഡോക്ടറെ കാണേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മലത്തിൽ തുടർച്ചയായി രക്തം കാണുക, കുഞ്ഞ് ഭാരം കൂടാതിരിക്കുക, അല്ലെങ്കിൽ കുഞ്ഞ് വളരെ ക്ഷീണിതനായി കാണുക. മാതാപിതാക്കൾ എന്താണ് ചെയ്യേണ്ടത്? ശരിയായ അളവിൽ കുഞ്ഞിനെ വെള്ളം കുടിപ്പിക്കണം. പഴം, പച്ചക്കറി, ഫൈബർ കണ്ടൻറ്റ് ധാരാളമുള്ള ഭക്ഷണം കുഞ്ഞിനെ കഴിപ്പിക്കണം. പ്രത്യേകിച്ച് പപ്പായ, വാഴപ്പഴം, പച്ചക്കറികളും നൽകുക. ദിവസവും ഒരേ സമയത്ത് ടോയ്ലറ്റിൽ ഇരിക്കാൻ കുട്ടികളെ ശീലിപ്പിച്ചെടുക്കണം. കുട്ടിയെ ഒരിക്കലും ശകാരിക്കരുത്. ഭയം പ്രശ്നം വഷളാക്കുകയേ ഉള്ളൂ. മാതാപിതാക്കൾ ഓർക്കുക, മലബന്ധം ഒരു ചെറിയ പ്രശ്നമായി കാണരുത്. സമയത്ത് പരിഹരിച്ചാൽ കുട്ടിയുടെ ആരോഗ്യം മെച്ചപ്പെടും.